ഹലോ ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി പോസിറ്റീവ് റേഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് പോസിറ്റീവ് റേഡിയോ കേൾക്കുന്നതെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡേ 1 തൊട്ടിട്ട് നമ്മുടെ ഈ സീരീസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഡേ 1 ഡേ 2 ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയായിട്ട് മാറണം, ലൈഫിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചിരിക്കാൻ, എൻ്റെ ലൈഫ് കളയാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങളത് ഫോളോ ചെയ്ത്, അത് നിങ്ങളുടെ ഒരു ഗോള് തന്നെയാണ്. നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരിക്കണം. അതായത് നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന, നമ്മളെ സക്സസ്ഫുൾ ആക്കുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? എന്തിനാ ഇപ്പോൾ എക്സസൈസ് ചെയ്തിട്ട്, എന്തിനാ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലങ്ങ് നിങ്ങളങ്ങ് പോകും. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്കൊരു പാഷനുമില്ല, നിങ്ങൾക്ക് ലൈഫിൽ ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല, നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ പറയുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എങ്ങനെ സാധിക്കും? അല്ല, അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? അപ്പം വലിയൊരു ഗോള് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യും. അതായത് നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്ന ഒരു ഗോള് സെറ്റ് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം നിങ്ങൾ ഈ ചെറിയ ചെറിയ ഗോൾസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അച്ചീവ് ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകത്തില്ല. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള ശ്രമം തുടങ്ങുക. അപ്പോൾ പലരും വിചാരിക്കും, എന്താണ് ഈ പാഷൻ, എങ്ങനെയാണത് കണ്ടെത്തുക? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഫെയിം കിട്ടും, ഒരുപാട് പേരിലേക്ക് നിങ്ങൾ അറിയപ്പെടും, നിങ്ങൾക്കതിലൂടെ ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റും, നമുക്ക് വരുമാനം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ളൊരു വിജയ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെ ആണല്ലോ നിങ്ങൾ കടന്നു പോകുന്നത്. എഡിറ്റ് ചെയ്യണം, അതിനുവേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നിങ്ങൾക്കതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പാടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഏതൊരു ജോലിക്കും കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പാടില്ല എന്നല്ല. പക്ഷെ നിങ്ങളെ വേഗം അങ്ങ് ടയേർഡാക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് മടി തോന്നുന്നു. ഇങ്ങനെ നിങ്ങൾക്കതിലോട് ഒരു താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവണം, വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇഷ്ടമില്ലാതെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ആ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നാളെ വിജയിച്ചു, ഒരുപാട് ആളുകൾ നിങ്ങളെ കേൾക്കാനുണ്ടാവും, ഒരുപാട് ക്യാഷ് കിട്ടുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിൽ ആ ഹാപ്പിനെസ് അല്ലേ, ഈവൻ ആ പൈസയെക്കാട്ടിലും ആളുകളെല്ലാം അറിയപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഓൾറെഡി ചെയ്തു തുടങ്ങിയവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? അതിൻ്റെ റിസൾട്ടിലല്ല നമ്മൾ നോക്കേണ്ടത്. ഇത്ര കഷ്ടപ്പെടുണ്ടല്ലോ, നിങ്ങൾക്കത് ബോറടിക്കുന്നില്ല, നിങ്ങൾക്കത് വീണ്ടും വീണ്ടും എത്ര നേരം വേണം ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്കതിനകത്തൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഓരോ വട്ടവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമമില്ല. കാരണം നമ്മൾ ഓരോ മിനിറ്റും എൻജോയ് ചെയ്ത് ആ കഷ്ടപ്പാടിലും നമ്മളത് ആസ്വദിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മറിച്ച് റിസൾട്ട് കിട്ടട്ടെ, ഞാൻ സക്സസ്ഫുൾ ആവും, എനിക്ക് ഒരുപാട് ക്യാഷൊക്കെ കിട്ടും, എന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് ജീവിക്കാം, അതുവരെ ഞാനങ്ങ് മാക്സിമം എൻ്റെ കൊടുക്കാം, ഞാനങ്ങ് കഷ്ടപ്പെടാം എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുതേ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക, അതാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യം കണ്ടുപിടിക്കണം ആദ്യം. നമ്മൾ എന്തിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് അത് കണ്ടെത്തി, നമ്മുടെ പാഷൻ കണ്ടെത്തിയതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ എനിക്ക് സക്സസ് ആകാം, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആകാം, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരാൾ നേഴ്സിംഗ് പഠിക്കാൻ പോയി, അവർക്ക് അറിയത്തില്ല അവരുടെ പാഷൻ എന്തായിരുന്നെന്ന്. അവർ നേഴ്സിംഗ് പഠിക്കാൻ പോയി, അതെല്ലാം കഴിഞ്ഞ് അവർക്കൊരു ജോലി കിട്ടി, ഒരു ഹോസ്പിറ്റലിൽ കയറി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർക്കത് തീരെ ഇഷ്ടമല്ല. നേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ അവർക്കൊരു ഹാപ്പിനെസ്സും ഇല്ല. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല,
അവരുടെ വീട്ടിലെ ആകെ വരുമാനം ആ ഒരു വ്യക്തിയുടെയാണ്. പഠിത്തവും കഴിഞ്ഞിട്ട് ജോലിക്ക് ചെന്നിട്ട് എനിക്കിനി ഇത് ചെയ്യാൻ വയ്യ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പെട്ടുകിടക്കുന്ന എത്രയോ പേരുണ്ടാവും. ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അറിയാം, മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ നിങ്ങൾ നേരത്തെ പഠിച്ചതും ചെയ്തതും എല്ലാം നിങ്ങളുടെ പാഷന് വിപരീതമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ജോലിയിലായിരിക്കുമല്ലോ നിങ്ങളുണ്ടാവുന്നത്. അങ്ങനെയുള്ളപ്പം നിങ്ങൾ ഇതിനോടൊപ്പം നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇതിനോടൊപ്പം നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്ന സമയത്തപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമുക്കത് മുന്നോട്ട് ചെയ്തു പോകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഉപയോഗിച്ചിട്ട് ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാതിരിക്കാമല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക. ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോർക്കും ലൈഫിൽ കഷ്ടപ്പെട്ടാലല്ലേ വിജയിക്കൂ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇഷ്ടമുള്ള കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ സക്സസ്സിലെത്തുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ആ ഗവൺമെൻറ് ജോലി വേണ്ടാന്ന് വെച്ച് പോകും. അപ്പം നമ്മൾ നാട്ടുകാരും നമ്മളെല്ലാം എന്ത് പറയും, ഇതെന്തൊരു അഹങ്കാരമാണ്, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും നല്ല ശമ്പളം ഉണ്ടായിട്ടും സിനിമയുടെ പുറകെ പോയി, അല്ലെ അതിൻ്റെ പുറകെ പോയെന്നൊക്കെ. ശരിക്കും അവർക്കവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല. അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയെങ്കിലും അവർ എത്ര ക്യാഷ് കിട്ടുന്ന ആളിനും ശരി, അത് അവിടുന്ന് മാറാനേ അവർ നോക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്ന, നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ഒരു ഗോളും നിങ്ങൾക്ക് ഇതുവരെ ഇല്ലെങ്കിൽ അത് ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ പാഷൻ കണ്ടെത്തിക്കൊണ്ട് സെറ്റ് ചെയ്യുക. അപ്പം ഇന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നോക്കുക. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ പലർക്കും അറിയുന്നുണ്ടാകത്തില്ല, അവർക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന് പോലും. എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്തണം എന്നുള്ളത്, എൻ്റെ പാഷൻ ഞാൻ എങ്ങനെ കണ്ടെത്തിയത്, ഇതൊക്കെ ഞാൻ എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും കേട്ടോ, എപ്പിസോഡായിട്ട്. ഇത് നമ്മുടെ Day 1 Day 2 സീരീസ് അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെന്തി ആയിപ്പോൾ 2 ദിവസത്തിനകം തന്നെ ഞാൻ എപ്പിസോഡിൽ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പാഷൻ കണ്ടെത്താനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും അത് പാഷനാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ ഡിയേഴ്സ്. ബൈ.